കേരളത്തിൽ താപതരംഗ സാധ്യത ഒരു പരിധിവരെ വേനൽ മഴയിൽ ലഘൂകരിക്കപ്പെട്ടെങ്കിലും പകൽ സമയത്തെ വെയിൽ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കഠിനമായി തന്നെ നിലനിൽക്കും. സൂര്യൻ ഉത്തരായണത്തിലാണ് എന്ന് നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിലവിൽ ഞങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള പൊതുസമൂഹത്തിനുള്ള നിർദ്ദേശങ്ങൾ അപ്പടി പാലിക്കുക എന്നതാണ് വ്യക്തിസുരക്ഷ ഉറപ്പാക്കാൻ ഏറ്റവും അത്യാവശ്യം. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ധാരാളം ജലം കുടിക്കുക, മറ്റ് രോഗം ബുദ്ധിമുട്ടിക്കുന്നവർ പരമാവധി വെയിൽ കൊള്ളാതിരിക്കുക. ആരോഗ്യമുള്ളവരും വെയിലത്തിറങ്ങുമ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ, നമ്മളുടെ നരേഗയിലെ ഉദ്യോഗസ്ഥരാകട്ടെ, തൊഴിലുറപ്പിലെ ഉദ്യോഗസ്ഥരാകട്ടെ, മാധ്യമപ്രവർത്തകരാകട്ടെ പരമാവധി കുട ഉപയോഗിക്കാൻ ശ്രമിക്കുക, തൊപ്പി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചായ പോലെയുള്ള ചൂടുള്ള പദാർത്ഥങ്ങൾ കുടിക്കുന്നതിന് പകരം ശുദ്ധമായ ജലം കുടിക്കാൻ ശ്രമിക്കുക. തണുത്ത വെള്ളം, നല്ല വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ സംബന്ധിച്ചിട്ടാണ്. പശുക്കളെയൊക്കെ വെയിലത്ത് കൊണ്ട് കെട്ടിയിടുന്നത് അവയ്ക്കും സൂര്യാഘാതം നമ്മളെപ്പോലെ തന്നെ ഏൽക്കാൻ സാധ്യതയുള്ളവയാണ്. അതുപോലെ നമ്മൾ ചെറിയ കൂടുകളിലൊക്കെ ഇട്ട് വളർത്തുന്ന പക്ഷി മൃഗാദികൾക്കൊക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ നിരന്തരം അവർക്ക് തണുപ്പ് നൽകുവാനും വെള്ളം നൽകുവാനും ഒക്കെയുള്ള ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാകണം. അതാണ് ഈ അവസരത്തിൽ പൊതുസമൂഹത്തിനോട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ കാണേണ്ടത്, ചൂട് കൂടിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ നിന്നെങ്കിലും മരണം ചൂടുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുണ്ട്. ഔദ്യോഗികമായി അതിനിയും സ്ഥിരീകരിച്ച് ലഭിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ സാഹചര്യം, ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അത് മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ അവസരത്തിൽ പൊതുസമൂഹം ഇടപെടേണ്ടത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ORS പോലെയുള്ള നമ്മൾക്ക് പെട്ടെന്ന് ഈ നിർജ്ജലീകരണവും അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഉപ്പിൻ്റെ ലവണാംശവും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്നതും സാധിക്കുന്ന അളവിന് പരിഗണിക്കേണ്ടുന്നതും 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് വെയിൽ നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നത് തന്നെയാണ്. നമ്മൾക്ക് ഈ ചൂടിനോടൊപ്പം വൈകിട്ടാകുമ്പോൾ വേനൽ മഴ ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ വേനൽ മഴയോടൊപ്പം ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇടിമിന്നലിൽ ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. നമ്മൾ കാണേണ്ടുന്നത്, വേനൽ മഴ നമ്മൾക്ക് ചൂടിന് ആശ്വാസം തരുമ്പോഴും വൈകിട്ടത്തെ സമയത്ത് ഉണ്ടാകുന്ന വേനൽ മഴയോടൊപ്പം ഇടിമിന്നൽ സാധ്യത ഗണ്യമായുണ്ട്. ഇടിമിന്നൽ ഒരു വലിയ കൊലപാതകിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടിമിന്നലിനെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സവിശേഷമായ ശ്രദ്ധ പൊതുസമൂഹം വയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.